എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എൻ്റെ വേദന സർവ്വം നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവന. എൻ്റെ വേദന സർവ്വവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവന. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവനാദ്യനുമന്ത്യനുമേ ദൈവസ്നേഹത്തിനുറവിടമേ. അവനാദ്യനുമന്ത്യനുമേ ദൈവസ്നേഹത്തിനുറവിടമേ. 10,000 അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം വന്ദ്യനാം നായകൻ. 10,000 അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം വന്ദ്യനാം നായകൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. മരുഭൂയാത്രയതികഠിനം, പ്രതികൂലങ്ങളനുനിമിഷം. മരുഭൂയാത്രയതികഠിനം, പ്രതികൂലങ്ങളനുനിമിഷം. പകൽ മേഘസ്തംഭം തുണായി എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രിയാഗ്നി തുണായി എന്നെ അനുദിനം വഴി നടത്തും. എൻ്റെ യേശു എനിക്കു നല്ല, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ
മനമേ അവൻ മതിയായവൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ സന്നിഹിതരായിരിക്കുന്ന സംബന്ധിക്കുന്ന ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ പേർക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ രാത്രികാലം കർത്താവ് നമുക്ക് നല്ലവനായിരുന്നു. നമ്മോടുകൂടി ഇരുന്ന് ഈ പ്രഭാതത്തിൽ എഴുന്നേൽക്കാനും തിരുമുഖത്തേക്ക് നോക്കുവാനും നമുക്ക് കർത്താവ് കൃപ നൽകിയിരിക്കുന്നുവല്ലോ. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയുടെ ആഴം നമുക്ക് ഗ്രഹിപ്പാൻ കഴിവില്ലാത്തവരാണ്. കാരണം നമ്മുടെ ആദിയോടന്തമുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് ഉദ്ദേശിച്ച് ചെയ്യുന്നത്. നമുക്ക് താൽക്കാലികമായിട്ടുണ്ടാകുന്ന അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്. ഇന്ന് നമുക്ക് ആയിരിക്കുന്ന പല വിഷയങ്ങളിലും നമുക്ക് വിടുതൽ വേണം. നമുക്ക് സമ്പത്തില്ല, സമ്പത്ത് വേണം. നമുക്കൊരു രോഗമുണ്ട്, ആ രോഗം മാറണം. നമുക്ക് മക്കളുണ്ട്, അവർ പഠിച്ച് ജോലിക്ക് വരണം. ഇങ്ങനെ അനവധി കാര്യങ്ങൾ ആവശ്യങ്ങളായി നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവം അതിനൊക്കെയും എല്ലാറ്റിനും മറുപടി തന്ന് നമ്മെ നടത്തുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം എത്ര സുഖകരമായിരിക്കും. പക്ഷെ ദൈവം അത് ചെയ്യുന്നില്ല. ചെയ്യാത്തതിൻ്റെ കാരണം ദൈവം തൻ്റെ ജനത്തിന് എന്ത് സംഭവിച്ചാലും അതിന് ഒരു ഉദ്ദേശവും ഒരു ദൈവിക ലക്ഷ്യവും അതിലുണ്ട്. അത് നിവർത്തിച്ചിട്ടല്ലാതെ ദൈവം അതിൽ നിന്ന് വിടുതൽ ലഭിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് കർത്താവ് തരുന്ന എല്ലാ അവസരങ്ങളും, എല്ലാ സാഹചര്യങ്ങളും, എല്ലാ ജീവിതാവസ്ഥകളും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി കർത്താവ് കരുതി കണക്കുകൂട്ടി തരുന്നതാണെന്നറിഞ്ഞ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമ്മൾ ജീവിക്കാൻ ഈ പകൽക്കാലം നമുക്കൊരുങ്ങാം. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്കൊരു ഭാഗം ചിന്തിച്ച് പ്രാർത്ഥിക്കാം. 66 സങ്കീർത്തനത്തിൻ്റെ 16 വാക്യമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ആ വാക്യത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. കർത്താവിന് മഹത്വം. സകല ഭക്തന്മാരും കൂടി വരിക. ഞാൻ എൻ്റെ പ്രാണന് വേണ്ടി, ദൈവം എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് എന്തെന്ന് ഞാൻ വിവരിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ 66 സങ്കീർത്തനക്കാരന് ആ സങ്കീർത്തനക്കാരൻ്റെ പ്രാണന് വേണ്ടി ദൈവം എന്തോ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മോട് വിവരിക്കാനായിട്ട് സങ്കീർത്തനക്കാരൻ തയ്യാറാകുന്നത്. എന്താണ് ദൈവം അവന് വേണ്ടി ചെയ്തത്? സങ്കീർത്തനക്കാർക്ക് എൻ്റെ പ്രാണന് വേണ്ടി ദൈവം ചെയ്തത് എന്താണ്? നമുക്ക് ലോകത്തിൽ ദൈവം ചെയ്തിട്ടുള്ള ഭൗതിക കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ജോലി കിട്ടി, പണം കിട്ടി, പ്രതാപം കിട്ടി, കൂട്ടുകാരെ കിട്ടി, ഭാര്യയെ കിട്ടി, മക്കളെ കിട്ടി, ബന്ധുക്കളെ കിട്ടി, ഭവനം കിട്ടി. ഇങ്ങനെ ഭൗതികമായി നമുക്ക് പറഞ്ഞ് അഭിമാനിക്കാവുന്ന, സന്തോഷിക്കാവുന്ന അനവധി കാര്യങ്ങൾ ഈ ലോകത്തിൽ ഉണ്ട്. എന്നാൽ ഇത് നമ്മുടെ ഭൗതികമായി കിട്ടിയതല്ല എഴുതിയിരിക്കുന്നത്. എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് എന്താണെന്നാണ് സങ്കീർത്തനക്കാരൻ വിവരിക്കുന്നത്. അതിന് നമ്മൾ എന്താണെന്നറിയണമെങ്കിൽ 66 സങ്കീർത്തനം എന്താണെന്നറിയണം. അത് ദൈവം അവൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് 66-ൻ്റെ 10 വാക്യം മുതൽ: ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങൾ തലമേൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എങ്കിൽ നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ ഹോമയാഗങ്ങൾ കൊണ്ട് നിൻ്റെ ആലയത്തിലേക്ക് വരും. എൻ്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും. ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ അവയെ എൻ്റെ അധരങ്ങളാൽ ഉച്ചരിച്ചു, എൻ്റെ വായാൽ നേർന്നു.
ഞാൻ ആട്ടുകൊറ്റന്മാരുടെ സൗരഭ്യവാസനയോടുകൂടെ തടിപ്പിച്ച മൃഗങ്ങളെ നിനക്ക് ഹോമയാഗം കഴിക്കും. ഞാൻ കാളകളെയും കോലാട്ടുകൊറ്റന്മാരെയും അർപ്പിക്കും. എന്നിട്ട് പറയുകയാണ്, സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 66-ാം സങ്കീർത്തനക്കാരൻ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധയുള്ളവരാണ്. കാരണം തൻ്റെ ജീവിതത്തിൽ ദൈവം തന്നോട് ചെയ്ത വലിയ കാര്യങ്ങൾ, ശരീരത്തിന് വേണ്ടിയിട്ടല്ല, പിന്നെയോ പ്രാണന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി കർത്താവ് ചെയ്തതിനെക്കുറിച്ച് ആവലാതിയല്ല, പിന്നെയോ നീ ഞങ്ങളെ കാലടികളെ ഇടറാതെ സൂക്ഷിച്ചു, നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി മുതുകത്തൊരു ഭാരം വെച്ചു, മനുഷ്യരെ തലയിൽ കയറി ഓടിക്കുമാറാക്കി, തീയിലും വെള്ളത്തിലും കൂടി ഞങ്ങൾ കടക്കേണ്ടി വന്നു, എങ്കിലും ഇന്ന് ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവഭക്തിന് വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങൾ മുഴുവനും അവന് സങ്കടമുളവാക്കുന്ന കാര്യങ്ങളാണെങ്കിലും അതല്ല അവൻ്റെ പ്രാണന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണെന്ന് സങ്കീർത്തനക്കാരൻ അറിഞ്ഞ് ജനത്തോട് വിളിച്ചു പറയുകയാണ്, ഭക്തന്മാരോട് വിളിച്ചു പറയുകയാണ്, നിങ്ങളിൽ ഭക്തന്മാരായിട്ടുള്ളവർ കൂടി വാ, കർത്താവ് എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ നിങ്ങളോട് വിവരിക്കാം. എനിക്ക് ഭൗതികമായി ചെയ്തത്, എനിക്ക് ആത്മാവ് തന്നു, പ്രാർത്ഥിപ്പാൻ കൃപ തന്നു, നമുക്ക് വചനം തന്നു, നമുക്ക് ഭക്ഷിപ്പാൻ ആഹാരം, കുടിപ്പാൻ വെള്ളം, ധരിക്കാൻ വസ്ത്രം, വേണ്ട സമ്പത്ത്, ഇതെല്ലാം ഭൗതികമായിട്ടുള്ളതാണ്. എന്നാൽ സങ്കീർത്തനക്കാരൻ വളരെ ഭാരത്തിലും കഷ്ടത്തിലും പ്രയാസത്തിലും കൂടി കടന്നു വന്ന നാളുകൾ, മനുഷ്യർ തലമേൽ കയറി ഓടിക്കുമാറാക്കി, തീരും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ഇതിലൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എൻ്റെ പ്രാണൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ആഴം പലപ്പോഴും നാം ഗ്രഹിക്കാതെ പോകുന്നു. നമുക്ക് നമ്മൾ വചനത്തിൽ പഠിച്ചിട്ടുള്ള പോലെ നീ കുഴിക്കാത്ത കിണറുകളും നീ പണിയാത്ത ഭവനങ്ങളും നീ അധ്വാനിക്കാത്ത അധ്വാന കാര്യങ്ങളെല്ലാം നിനക്ക് ദൈവം അവകാശമായി തന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാകും. എന്താണ് ചെയ്തത്? എൻ്റെ ജഡത്തിന് വേണ്ടി, എൻ്റെ ജീവിതത്തിന് വേണ്ടി എൻ്റെ കർത്താവ് ചെയ്തത് എന്തെന്ന് സകലരോടും പ്രസംഗിക്കാനായിട്ട് എല്ലാവർക്കും അവസരത്തിന് വേണ്ടി ഓടി നടക്കുകയാണ്. ഇന്ന് എൻ്റെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ ജീവിതത്തിന് വേണ്ടി എൻ്റെ കർത്താവ് ചെയ്ത കാര്യങ്ങൾ എല്ലാവരും വന്ന് കേൾക്കണം എന്ന് പറയാനായിട്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന പ്രാണന് വേണ്ടി കർത്താവ് ചെയ്ത കാര്യങ്ങൾ അതൊന്ന് വിവരിച്ച് കേൾക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാരും പറയാൻ ആഗ്രഹിക്കുന്നില്ല മിക്കവാറും. കാരണം അതെല്ലാം കഷ്ടത നിറഞ്ഞതാണ്, പ്രയാസം നിറഞ്ഞതാണ്. അവിടെ വിലാപമുണ്ട്, മരണമുണ്ട്, ആക്ഷേപമുണ്ട്, അതുപോലെ തന്നെ നിന്ദിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്, അപമാനിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇങ്ങനെ അനവധി കാര്യങ്ങൾ അതിലുള്ളതുകൊണ്ട് ആരും അത് എടുത്തു പറയാൻ തുനിയുന്നില്ല. എന്നാൽ സർവശക്തനായ ദൈവം പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്ത ജനമാണ്. അവൻ ചെയ്ത കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ എത്രയേറെ എന്ന് പ്രസംഗിക്കുന്നത് കേൾക്കാനല്ല ദൈവം ശ്രദ്ധിക്കുന്നത്. ദൈവം ശ്രദ്ധിക്കുന്നത് എന്താണ്? പ്രാണന് വേണ്ടി ചെയ്തത്. അത് എന്താണ്? അത് കഷ്ടത, ഞെരുക്കം, പ്രയാസം, അങ്ങനെ പലവിധ കാര്യങ്ങളാൽ അവൻ നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്തത് ഏതൊക്കെയെന്ന് എടുത്ത് പരിശോധിച്ച് അതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നുവെങ്കിൽ അതാണ് ദൈവം ഏറ്റവും പ്രസാദിക്കുന്നത്. ഇന്നും നമുക്കത് ഓർക്കാം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിന് വേണ്ടി, ജീവിതത്തിന് വേണ്ടി ചെയ്തത്, പ്രാണന് വേണ്ടി ചെയ്തത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് അതിനുള്ള മാനം വലുതാകുന്നുവെന്ന് ഇന്ന് അറിഞ്ഞുകൊള്ളുക. കർത്താവിന് സ്തോത്രം. നീ മതി എന്നെ യേശുവേ ഈ മാരുയാത്രയിൽ കൂടെ നടന്നിടുവാൻ, തുടച്ചിടുവാൻ, കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ,
അനുഗ്രഹപ്പെട്ടതായ പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവേ ദൈവമേ, ഈ പ്രഭാതത്തിൽ അടിയങ്ങളെ തന്നെ കർത്താനുസനിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളോട് കർത്താവ് മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അടിയങ്ങളെ പ്രാണങ്ങൾക്ക് വേണ്ടി ചെയ്തൊക്കെയും അടിയങ്ങൾ ഓർക്കുവാൻ ആ ഉപകാര സ്മരണയിൽ അടിയങ്ങൾ ജീവിപ്പാതെക്കണം. കർത്താവേ കൃപകൾക്ക് പെരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക കഷ്ടങ്ങൾ കൂടി കർത്താവെയും അടിയങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും എല്ലാം ദൈവം അടിയങ്ങളെ പ്രാണ നന്മയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് അടിയങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന് ആരാധന അർപ്പിക്കുവാൻ, എൻ്റെ കർത്താവേ ചെയ്ത ഉപകാരങ്ങളെല്ലാം ഓർക്കുവാൻ തക്കവണ്ണം ദൈവമേ നീ അടിയങ്ങളെ സഹായിച്ചോളണമേ, അനുഗ്രഹിച്ചുകൊണ്ട് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ, പ്രാർത്ഥന കൂടുന്ന ഹൃദയങ്ങളെയും എൻ്റെ കർത്താവേ ഇനി അതിനകത്ത് കൂടി വരാനുള്ള ഹൃദയങ്ങളെയും അടിയങ്ങളെ സഹോദരങ്ങളെയും സഭയെയും പൊതുസഭയെയും കർത്താവെ ഒക്കെയും ഏൽപ്പിച്ചടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ എൻ്റെ മക്കളെല്ലാവരും കർത്താവ് നാമത്തിൽ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാമത്തിൽ അടിയങ്ങളെ വേർതിരിച്ചാണ് കർത്താവേ അവസാനത്തോളം നാമത്തിൽ അടിയങ്ങൾ കാത്തുകൊള്ളണം. തെറ്റുകുറ്റങ്ങൾ കുറവുകളെല്ലാത്തിനും കർത്താവ് വിടിവിക്കണം. പലക്കാലം അനുഗ്രഹപ്പെട്ട പലക്കാലം വാങ്ങി തീർക്കണം. രക്ഷ സന്തോഷം ഞങ്ങൾക്ക് നൽകണം. ദൈവിക സമാധാനം നൽകണം. എൻ്റെ കർത്താവെ ദൈവമേ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. കർത്താവിനോട് ഒരുമിച്ച് നടക്കുന്ന അനുഭവം ഞങ്ങൾക്ക് നൽകി തെരുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വിഷയങ്ങളൊക്കെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചെറുത് വലുതുമായ അടിയുള്ള സകല ആവശ്യങ്ങളും സ്വർഗം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളും യാതനകളൊക്കെയും കർത്താവ് കേട്ടതിനായി സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദേവതോന്നി കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവും പ്രിയരക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നാം ഏവരോടും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.